ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പതിവ് പോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്ട്. ഇന്ന് പുറത്തൊക്കെ രാവിലെ മുതൽ നല്ല മഴയാണ്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു. നല്ല മഴയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് 7 മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ സ്നൂസ് ചെയ്ത് ഞാൻ 7:30 എണീറ്റപ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ. ഓൾറെഡി പപ്പ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. കടല ഒന്നും കൂടെ വേവണം. അപ്പം ഞാൻ സവാള നോക്കിയപ്പം സവാള ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് കൊച്ചുള്ളിയും വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ആ കൊച്ചുള്ളി ഭയങ്കര കുഞ്ഞാണ്, എനിക്ക് ഭയങ്കര മടിയാണ് ആ സാധനം നന്നാക്കാൻ. പിന്നെ സവാള ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കൊച്ചുള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുള്ളതിൽ വലുത് നോക്കി ഞാൻ തിരഞ്ഞെടുക്കുവാണ്. അപ്പം ഞാൻ ചെറികളിലൂടെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ എന്തോ ന്യൂസിലൊക്കെ ഇങ്ങനെ ഓരോടത്തും ഡാമൊക്കെ തുറന്നു എന്നുള്ള ന്യൂസൊക്കെ കേൾക്കണ്ടായി. സത്യം പറഞ്ഞപ്പോൾ പേടിയാണ് ഇനി വെള്ളപ്പൊക്കം വരുമോ എന്നുള്ളത്. അന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി വെള്ളം ടച്ച് ചെയ്ത് പോയുള്ളൂ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കുറച്ച് പൊക്കത്തായതുകൊണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. ഇനി അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നാണ് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പാടായിരുന്നിട്ട് ഭയങ്കര ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ചെറിയുള്ളിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. സൈഡിൽ ഞാൻ കാപ്പിയും കൂടെ കുടിക്കുന്നുണ്ട് ചൂടാക്കി. രാവിലെ കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാറില്ല. അതുപോലെ ഒരു ദിവസം ഒരു ഗ്ലാസ് പാൽ ചായയും കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ചായക്കൊരു ആൽക്കഹോൾ പോലത്തേതെന്നല്ലേ പറയാം. അത് കറക്റ്റ് തന്നെയാണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാപ്പി, അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 1 കപ്പ് ചായ എനിക്ക് നിർബന്ധമാണ്, പാൽ ചായ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആയിട്ടോ ചതച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കടല അതിലേക്ക് ഇട്ടിട്ട് ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതിടും, 2 പച്ചമുളക് കീറിയിട്ടു, പിന്നെ ഒരു തക്കാളിയുടെ പകുതിയുമായിട്ട് മുറിച്ചിട്ട് ആ പകുതി തക്കാളി കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാൻ ഇടും. പിന്നെ ഉപ്പിട്ടിട്ട് നമ്മളുടെ എല്ലാ പൊടികളും, നമ്മളുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ചിലവർ ചിക്കൻ മസാല ആഡ് ചെയ്യും, നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് ശരിയാക്കാൻ വന്നതാണെന്ന് ക്യാമറ. അപ്പോൾ അങ്ങനെ ആ പൊടികളെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ വിസിലടുപ്പിക്കും. പിന്നെ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ അല്ലെങ്കിൽ സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കില്ലേ, അത് കുറച്ച് അധികം എടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ കൊടുക്കുകയുള്ളൂ. പകുതി ഞാൻ മറ്റേ ഒലത്തുന്ന സമയത്താണ് ചേർക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഓൾറെഡി പപ്പ വേവിച്ച് വെച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 3 വിസിൽ കേൾപ്പിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടി വെച്ച് അത് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കണ ഇഞ്ചിയും വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ ചതച്ചതില്ലേ, അതിൻ്റെ ബാക്കി സംഭവം അതിലേക്ക് ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ പൊടികളില്ലേ, നേരത്തെ നമ്മൾ ഇട്ട എല്ലാ പൊടികൾക്കിടെ കുറച്ച് ഭാഗം കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളുടെ തക്കാളി ഇട്ട് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ കുക്കറിലുള്ള കടല അങ്ങോട്ടേക്ക് തട്ടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറുകിയൊക്കെ വരും. പിന്നെ പണ്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, അതിപ്പോഴും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച കടല മിക്സിയിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരാറില്ല, നല്ല കുറുകിയ വരും. പിന്നെ കടലയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വെക്കില്ലേ, ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സോഫ്റ്റായിട്ട് വരും. അത് റിസൾട്ട് ഉള്ളതാണ്. ഞാനപ്പോൾ തുറന്നപ്പോൾ ഒടുക്കത്ത് ആവി വരുവാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടാണ്. അതായപ്പോൾ തന്നെ വേഗം ഞാൻ നമ്മളുടെ കുക്കറിൽ നിന്ന് കടല ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേഗം തന്നെ ഞാൻ പുട്ട് വെച്ചു. കാരണം ഇപ്പോഴത്തേക്കും തന്നെ ഒരു 8:30 ആവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് പുട്ട് ഞാൻ കുഴച്ചതല്ല കേട്ടോ. പുട്ട് ഓൾറെഡി പപ്പ അവിടെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേഗം സമയം കളയാണ്ട് അപ്പം തന്നെ ഞാൻ ചെയ്തു. പിന്നെ ഇവിടെ തേങ്ങയുടെ സൈഡിൽ അങ്ങനെ
അല്ല തേങ്ങയല്ല, പുട്ടിൻ്റെ സൈഡിൽ അങ്ങനെ തേങ്ങ വെക്കണത് ആർക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ഇത് ഞാൻ വെക്കുക. അതിൽ ഞാൻ സൈഡിലൊക്കെ ഒരുപാട് തേങ്ങ ഇടും. അല്ലാത്തതിൽ ഞാൻ ഭയങ്കര ഇച്ചിരി ഇടുള്ളൂ. ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. ഏട്ടനും കുഴപ്പമില്ല, ഏട്ടനും കഴിക്കും. കണ്ട പുറത്ത് ഫുൾ മഴയൊക്കെ പെയ്ത് കിടക്കുക. മിനിഞ്ഞാന്നും ഇന്നലൊക്കെ മഴ പെയ്തുകൊണ്ട് മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പം അത്യാവശ്യം ഇലയൊക്കെ ഉണ്ട്. പിന്നെ ഈ പുല്ലൊക്കെ ഉള്ളത് സാധാരണ പപ്പ ഒരു മരുന്നടിക്കുമ്പോൾ കരിയിച്ച് കളയുക ചെയ്യും. ഇപ്പം മഴയായതുകൊണ്ട് ഇനിയിപ്പോൾ എന്താക്കും എന്നറിയില്ല. കണ്ട രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞങ്ങളുടെ രൂപക്കൂടിൻ്റെ താഴെ തന്നെ കാണുന്ന ഇതാണിത്. ഇത് പല്ലിസാറാണോ എലിസാറാണോ ചെയ്തതെന്നൊന്നും അറിയില്ല. പിന്നെ ഇതെൻ്റെ കുറച്ച് കലാവിരുതാണ്. ഞാൻ തനിയെ ചെയ്തിരിക്കുന്നതാണ്. ആ ആർക്കിൽ കംപ്ലീറ്റ് എനിക്കത് ചെയ്യണം എന്നുണ്ട്. ആർച്ചിൽ എനിക്കറിയില്ല കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഞാൻ ദുബായിൽ പോയി വന്നേ പിന്നെ ഞാൻ പഠിച്ചൊരു നല്ല ശീലമാണ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റവും കിച്ചണിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഞാൻ എന്താ പറയുക അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇരട്ടിപ്പണിയാവുക ചെയ്യുക. പിന്നെ ഞാൻ ദുബായ് ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ മെയിൻ ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് താമസിച്ച സ്ഥലത്ത് നമ്മൾ മാത്രമല്ല വേറെ 2 ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അവർ മലയാളീസും അല്ലായിരുന്നു, ഗോവൻസും പിന്നെ ഫിലിപ്പിനോസൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഇച്ചിരി വൃത്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ കാരണം വേറെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു റുട്ടീൻ പോലെ എല്ലാവരും 3 ഫാമിലീസും ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അവരുടെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റവും കിച്ചണും ക്ലീൻ ചെയ്യുക, വേസ്റ്റ് ഉള്ളത് അപ്പം തന്നെ വെളിയിൽ കൊണ്ടുപോയി കളയാന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ആക്കാറുണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഞാൻ നനഞ്ഞ തുണി വെച്ച് യൂഷ്വലി തുടയ്ക്കുക ചെയ്യുക. അപ്പോഴെന്തെങ്കിലും ഒരു കറുത്ത പാട് അവിടെ കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ബേക്കിംഗ് സോഡ അതിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കും. കുറേ നേരമൊന്നും വെക്കില്ല കേട്ടോ. എങ്ങാനും കൊണ്ട് ഓട്ട വീണ് കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ തന്നെ ഓടിക്കും. അപ്പം അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഈ ഒരു സംഭവം ചെയ്യാറുണ്ട്. ചെയ്തു വന്നപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ ജസ്റ്റ് മുറിയൊക്കെ തൂക്കാനുണ്ടായിരുന്നതൊന്ന് തൂത്തിട്ടു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഉച്ചയ്ക്ക് കറിയൊക്കെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ മഴക്കാലം ആകുമ്പോൾ പുറത്തും തണുപ്പ് അകത്തും തണുപ്പ് എന്നുള്ള രീതിയിൽ ഒരു മന്ന ഗതിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫോണിൽ നോക്കിയിട്ടാണെങ്കിൽ പറ്റിയൊരു സിനിമയും കാണാനില്ല. പിന്നെ ബോറടിച്ച് അങ്ങനെ ഇരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വരും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.